നമസ്കാരം. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഒരു 60 വയസ്സിൻ്റെ മേലെ പ്രായം ഉണ്ടാവും. അന്ന് മുടി എല്ലാം വെളുത്തതാണ്. അന്ന് ഡൈ ഒന്നും ആരും യൂസ് ചെയ്യില്ല. വെളുത്ത പോലത്തല്ല, സകല മുടിയും വെളുത്ത്. പക്ഷെ ഇവർ കറുത്തിട്ടാണ്. പക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും വെളുത്ത ആൾക്കാരാണ്. ഇവർ ആ വീട്ടിൽ ആരാന്ന് എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. പക്ഷെ അവിടുത്തെ ഒരു അംഗം പോലെയാണ് അവരവിടെ ജീവിക്കുന്നത്. എല്ലാവരും വെളുത്തത്, ഇത് കറുത്തത്. അമ്മായിന്ന് എല്ലാവരും വിളിക്കുക. അപ്പോൾ ആ വീട്ടിലൊരു കുടുംബനാഥനുണ്ട്. അവർക്കൊരു 55 വയസ്സൊക്കെ ഉണ്ടാവും. 50 കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുറ്റത്തൊക്കെ ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കും. അങ്ങനെ സംസാരിക്കൊന്നുമില്ല, സൈലൻ്റ് ക്യാരക്ടറാണ്. പക്ഷെ ഞാനിവരുടെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഇവരുടെ റൂമിൽ നിന്ന് ഇതുപോലത്തെ കൈ കൊണ്ട് ഇതുമേലിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സ്പീഡിൽ എന്തോ ചെയ്യണം ഞാൻ കാണലുണ്ട്. അന്ന് എനിക്ക് അറിയില്ല പെണ്ണുങ്ങൾ ഈ സ്വയംഭോഗം ചെയ്യണ അതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇവർ മുണ്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് കൈ ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ ചട്ടയം മുണ്ടുമാണ് ഇവർ കൊടുക്കുന്നത്. ചട്ടയം മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു അമ്മമാരുടെ ലുക്കാണ്. ചട്ടയം മുണ്ട് ഇട്ട സ്ത്രീകളോട് നമുക്കൊരു വേറൊരു മൂഡാണ്. മുണ്ടും ബ്ലൗസും ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കാം, മറ്റേ അമ്മേൻ്റെ ഒരു കാറ്റഗറിയിൽ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ അവിടുത്തെ കുടുംബനാഥൻ മരിച്ച് ഞാൻ കുറച്ചും കൂടിയൊക്കെ വലുതായി. ഞാനവിടെ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കും. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ഈ കുടുംബനാഥ എന്നോട് സെക്സ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇപ്പം ചോദിക്കുക. നീ ചെയ്തിട്ടുണ്ടോ, നിനക്ക് അതിന് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അതായത് എന്നെ കൊണ്ട് ഇവർക്ക് എടുപ്പിക്കണം. സാധാരണ ഒരു വയസ്സായി കഴിഞ്ഞാൽ ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവ് പിന്നെ അയാളുടെ കാര്യം കഷ്ടമാണ്. എന്നുവെച്ചാൽ പിന്നെ അധികം കാലം ഭർത്താവ് ജീവിക്കില്ല. കാരണം അയാൾക്ക് ഇത്തിരി ചൂടുവെള്ളമോ അയാളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള ഭക്ഷണമൊന്നും പിന്നെ അയാൾക്ക് കിട്ടൂല. പെൺമക്കളെയൊക്കെ കെട്ടിച്ച് പോയി പിന്നെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ അയാളുടെ കാര്യം കട്ടപ്പോയാണ്. പൊതുവായിട്ട് കൂടുതൽ കാലം നിൽക്കില്ല. സ്ത്രീകൾ അങ്ങനെയല്ല. ഭർത്താവ് മരിച്ചാൽ അവർ സർവൈവ് ചെയ്യും, അവർ അതിജീവിക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇവർക്ക് സെക്സിനെ പറ്റി എന്നോട് ഇരട്ടി പ്രായം ഉണ്ടവർക്ക്, ഇരട്ടിയിലേറെ ഉണ്ടാവും. പക്ഷെ സാധനം നല്ല ടോപ്പാണ്. 50 വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോഴും വലിയൊരു പ്രായമൊന്നുമല്ല. അപ്പം ഇവർ മുണ്ടും ബ്ലൗസ് എടുക്കണം. എന്നോട് രാത്രി ചോദിച്ച് ആ മാസമല്ല, അവരിങ്ങനെ സീരിയസ് ആയിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഒരു കൊതി മൂത്തൊക്കെ നടക്കുന്ന ടൈമാണ്. അങ്ങനെ ഞാനന്ന് പോയി അവരുടെ റൂമിൽ നിന്ന് ബന്ധപ്പെട്ട്, എന്താ പറയുക, അത് കാര്യമായിട്ട് വർണ്ണിക്കാൻ പാടില്ല. കാരണം എൻ്റെ 2 ചാനലും തട്ടിപ്പോയത് അങ്ങനെ. ഏതായാലും ഇവരെ ഫുൾ നേക്കഡാക്കി എന്നെക്കൊണ്ട് എല്ലാം അവർ ചെയ്യിപ്പിച്ച്. ഇവരൊക്കെയാണ് എന്നെ പണി പഠിപ്പിച്ച ചേച്ചിമാർ കളിച്ച്. അപ്പം ഞാനൊരു ദിവസം കുറേ പ്രാക്ടീസായപ്പോൾ ഇങ്ങനെ ഈ അമ്മായി ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞേ, അതിൻ്റെ കാര്യം കഷ്ടടാ. ഒരു ആൺതുണയില്ലാണ്ടല്ലേ ഇത്രയും കാലം അവർ ജീവിച്ചത്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ആരാ ഉള്ളത്? എന്നിട്ട് എന്നോട് ചോദിക്കണം, നീ ഒരു പ്രാവശ്യം ഒന്ന് അവരെ ചെയ്തു കൊടുക്കുക ചോദിച്ചു. അപ്പോൾ ആ പ്രായക്കാരെ സാമ്പിൾ നോക്കാനൊക്കെ എനിക്കിഷ്ടമുണ്ട്. പിന്നെ ഒരു ഉപകാരമല്ല. ഇങ്ങനെ റിക്വസ്റ്റ് പറയുമ്പോൾ ഒരു പെണ്ണല്ല എത്രയായാലും കളിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. ഞാൻ അഗ്രി ചെയ്ത് ഞാൻ ഇടയ്ക്ക് അവർക്കും എടുത്തു കൊടുക്കും. പക്ഷേ ഇവർ കൂടുതൽ സംസാരമില്ല, എപ്പോഴും ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. വല്ല പ്രേമനൈരാശ്യം എന്താണ് ഇപ്പോഴും അറിയില്ല. കളിക്കുമ്പോൾ നല്ല കോപ്പറേഷനാണ്. ശ്വാസമൊക്കെ ഇങ്ങനെ അവർക്ക് വരാനാകുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവും. ശ്വാസമൊക്കെ ദ്രുതഗതിയിലാവുമ്പോൾ ഒക്കെ കോപ്പറേഷനുണ്ട്. എത്ര പ്രാവശ്യം കളിച്ചാലും സമ്മതിക്കും. അങ്ങനെ അപ്പോൾ ഈ ചേച്ചിക്കും ഈ അമ്മായിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സർവീസ് കൊടുക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഞാൻ ജോലി കിട്ടിയൊക്കെ പോയി. പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഉണ്ട് അവർ മരിച്ചിട്ടുണ്ട്, മരിച്ച് പോയി എന്ന് എന്നോട് പറഞ്ഞു. അന്നൊക്കെ കത്തയക്കലാണല്ലോ, ഫോൺ വിളിയൊന്നുമില്ല. അല്ല അപ്പം തന്നെ ഒന്നും അറിഞ്ഞില്ല. എന്നോ കത്ത് വന്നപ്പോൾ അവർ മരിച്ചത് ഞാൻ അറിഞ്ഞു. അവരിപ്പോൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയില്ല. ഞാനിപ്പോഴും ഇവിടെ ഉണ്ട്. നമസ്കാരം.